നമസ്കാരം. ചരിത്രം അതൊരു സത്യമാണ്. പോയ കാലം അടയാളപ്പെടുത്തിയ ബാക്കി വച്ച കാര്യങ്ങളെ പുതിയ തലമുറയ്ക്ക് പകരേണ്ടത് കാലഘട്ടത്തിന്റെ കടമയുമാണ്. ജനിച്ച മണ്ണിൽ ജീവിക്കാനായി ഒരു പ്രദേശത്തെ ജനങ്ങൾ നടത്തിയ പോരാട്ടമാണ് മലബാർ കലാപം അഥവാ മലബാർ മഹാസമരം. മലബാർ മഹാസമരത്തിന്റെ കേളികൊട്ട് ഉയർന്ന കിഴക്കൻ ഏറനാട്ടിന്റെ ആസ്ഥാനമായ കാളികാവ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ചരിത്ര അന്വേഷകനും പ്രവാസിയും കാളികാവിന്റെ ചരിത്ര പുസ്തകം രചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ശ്രീ KP ഹൈദർ അലിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. മലബാർ കലാപവും വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെയും ഒരു പുനർവായനയ്ക്ക് എടുക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? 1920കളിലാണ് യഥാർത്ഥത്തിൽ മലബാർ കലാപത്തിന്റെ മൂർധന്യാവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണങ്ങൾ പലതാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗവുമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് വരെയും പലർക്കും അത് സമ്മതിക്കാൻ വളരെ പ്രയാസമുണ്ടായിരുന്നു. നമ്മുടെ സർക്കാരുകളടക്കം അതിനെ ഒരു സാമുദായിക കലാപമായും ഒരു വർഗീയ കലാപമായും ഒക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ അടുത്ത കാലത്ത് അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടും അതിൽ പങ്കെടുത്ത വീര യോദ്ധാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടും അംഗീകരിക്കുകയുണ്ടായി. എന്നാലും പലർക്കും ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പലരും ഇന്നും അതിനെ വർഗീയമായിട്ട് തന്നെ ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇന്ന് നാട്ടിൽ നടക്കുന്ന വിവാദ വിഷയങ്ങൾ. ഇതിലെ പ്രധാന വിവാദ നായകൻ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജിയാണ്. സത്യത്തിൽ മലബാർ കലാപം അതിനെ മാപ്പിള ലഹള എന്നും വർഗീയ ലഹള എന്നും പലതരത്തിലും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ തുടക്കം അറിയുന്നവർക്കും യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കിയവർക്കും അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, പറയാനുണ്ടാവും. നമ്മുടെ ചരിത്രത്തിൽ എവിടെയും അത് രേഖപ്പെടുത്തി വെച്ചിട്ടില്ല എന്നതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് അതല്ലെങ്കിൽ അതിന് കാരണക്കാരായത് വെള്ളക്കാരാണ്. വെള്ളക്കാരുടെ ഡിവൈഡ് ആൻഡ് റൂൾ, അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ആ തത്വത്തിൽ നിന്നാണ് സത്യത്തിൽ ഇത്തരം വിവാദ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പഴയകാലത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ കേരളത്തിൽ പ്രധാനമായും അവരെ എതിർത്തത് മലബാറുകാരാണ്. മലബാറുകാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്നത് മുസ്ലിങ്ങളും. അപ്പോ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ നേതാക്കളായ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി, ആലി മുസ്ലിയാർ തുടങ്ങിയവരെ ഇല്ലാതാക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ നയമായിരുന്നു. നേരെ ചൊവ്വേ പല തരത്തിലും അവരത് ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ വന്നപ്പോഴാണ് പുതിയ തന്ത്രവുമായി അവർ രംഗത്തെത്തിയത്. അതിനവർക്ക് കിട്ടിയ അവസരം കാർഷിക വിപ്ലവം തന്നെയായിരുന്നു. പഴയകാലത്ത് ഭൂരിഭാഗം ഭൂ ഉടമകളും ജന്മിമാരും നമ്പൂരിമാരും നായന്മാരുമായിരുന്നു. അവരിൽ നിന്നും
സ്ഥലം പാട്ടത്തിനെടുക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തിരുന്നത് മുസ്ലിങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിൽ കൂലിവേല ചെയ്തിരുന്ന മറ്റ് താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെട്ടിരുന്ന ചില കൂട്ടരും ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ജന്മിമാരിൽ നിന്നും കുടിയാന്മാർക്ക് കിട്ടുന്ന പീഡനങ്ങളും ദ്രോഹങ്ങളും സഹിക്കാതെ വന്നപ്പോൾ കുടിയാന്മാർക്കുണ്ടായ രോഷങ്ങൾ പലയിടത്തും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ ജന്മിമാർക്ക് സഹായം ചെയ്തെടുത്താണ് വിഷയം ഉത്ഭവിക്കുന്നത്. ബ്രിട്ടീഷ് പട്ടാളത്തെ കൊണ്ട് കുടിയാന്മാരെ അടിച്ചമർത്താൻ വേണ്ടി ജന്മിമാരെ കൂട്ടുപിടിച്ച ബ്രിട്ടീഷുകാരുടെ ആ തന്ത്രം അത് വളരെ കാലം നീണ്ടു നിൽക്കുകയും അത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിനെതിരിൽ പ്രതികരിച്ചതുമാണ് പിൽക്കാലത്ത് മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടത്. പ്രധാനമായും കേരളനാട് വള്ളുവനാട് പ്രദേശത്താണ് മലബാർ കലാപം നടന്നിരുന്നതെന്ന് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറനാടിന്റെ പ്രധാന ഭാഗമായ കാളികാവ് കരുവാരകുണ്ട് പ്രദേശങ്ങളിലായിരുന്നു വാര്യകുന്നത്ത് അടക്കമുള്ളവർ പ്രവർത്തിച്ചിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാൻ പറ്റും? അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, കലാപം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് മഞ്ചേരി, പാണ്ടിക്കാട്, മലപ്പുറം, നിലമ്പൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബ്രിട്ടീഷ് പട്ടാളം എത്തിപ്പെടാൻ സാധ്യത വളരെ കൂടുതലായി. കാരണം ഗതാഗത യോഗ്യമായ എല്ലാ സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർ പട്ടാളത്തെ മുൻകൂട്ടി തന്നെ എത്തിച്ചു കഴിഞ്ഞു. അതേസമയം ബ്രിട്ടീഷ് പട്ടാളത്തിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത കിഴക്കൻ ഏറനാടിന്റെ കാളികാവ്, കരുവാരകുണ്ട്, ചോക്കാട്, കല്ലാമൂല ഭാഗങ്ങളിൽ ഒളിപ്പോരിന് അനുയോജ്യമായ സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ സമരക്കാർ അങ്ങോട്ട് നീങ്ങുകയായിരുന്നു. അതോടൊപ്പം മറ്റൊരു കാരണം കൂടിയുണ്ട്. അക്കാലത്ത് ഇന്നത്തെ പോലെ വളരെ കൂടുതൽ ജനവാസ യോഗ്യമല്ലാത്ത കാളികാവ്, കരുവാരകുണ്ട്, ചോക്കാട് പ്രദേശം പ്രധാനമായും കൃഷിയിടങ്ങളായി. ജനവാസയോഗ്യമല്ലാത്ത എന്ന് പറയാൻ പ്രത്യേകമായ ഒരു കാരണം കൂടിയുണ്ട്. കിഴക്കൻ മേഖലയിലെ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്യാമ്പായിരുന്നു സത്യത്തിൽ കാളികാവ്. ഇന്ന് കാളികാവ് ജവാൻ അബ്ദുൽ നാസർ പെട്രോൾ പമ്പ് നിൽക്കുന്ന സ്ഥലം മുതൽ കാളികാവ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് വരെയുള്ള സ്ഥലം പഴയകാല ബ്രിട്ടീഷുകാരുടെ ഗൂർഖ പട്ടാള കേന്ദ്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു കാളികാവ് പോലീസ് സ്റ്റേഷൻ. പിന്നെ കാളികാവിൽ അവരുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. പുല്ലങ്കോട് എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഇവരുടെ വിശ്രമ കേന്ദ്രവും ബംഗ്ലാവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യവും അവരുടെ അതിക്രമവും വളരെ കൂടുതലായിരുന്നു. ഇക്കാരണത്താൽ ജനങ്ങൾ ഭീതിയോടെ കണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു കാളികാവ് എന്ന് വേണം പറയാം. സത്യത്തിൽ കാളികാവിൽ ജനങ്ങൾ കുടിയേറി താമസിക്കാൻ തുടങ്ങിയത് തന്നെ വളരെ കൂടുതലായി താമസിക്കാൻ തുടങ്ങിയത് തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമോ അതല്ലെങ്കിൽ അതിനടുത്ത കാലങ്ങളിലോ ആണെന്ന് വേണം കരുതാൻ. അതുവരെ വെറും കൃഷിയിടമായി മാത്രമായിരുന്നു കാളികാവിനെയും
അടുത്ത പ്രദേശങ്ങളെയും ജനങ്ങൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ആ ഭാഗങ്ങളിൽ കൃഷി നടത്തിയിരുന്ന ആളുകൾ, കുടിയാന്മാർ, നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. ജന്മിമാരുടെയും പട്ടാൾക്കാരുടെയും ഉപദ്രവങ്ങൾ സഹിക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയ സമര നേതാക്കൾ ആ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ സംഘടിപ്പിക്കാനും ബ്രിട്ടീഷുകാർക്കെതിരിൽ പൊരുതാൻ തീരുമാനിക്കുകയായിരുന്നു. ആലി മുസ്ലിയാരും അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഈ മേഖലയിൽ എത്തിപ്പെടുന്നു. അങ്ങനെ ഈ ഭാഗത്തുള്ള കുടിയാന്മാർക്കും മറ്റ് അശരണർക്കും തുണയായി എത്തിയ ഇവർ അവരെ സംഘടിപ്പിക്കാനും അതുപോലെ നിലമ്പൂർ ആസ്ഥാനമാക്കി ആ മേഖലയിൽ ഒരു സ്വയം ഭരണം സ്ഥാപിക്കാനും അവർ ശ്രമിച്ചു. വളരെ ചുരുങ്ങിയ കാലമാണെങ്കിലും വളരെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വാര്യകുന്നത്തിന്റെ നേതൃത്വത്തിൽ ഒരു സ്വയംഭരണം അവിടെ നടന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇക്കാലത്തുള്ള അനുഭവങ്ങൾ പലരും പല തരത്തിലും പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ന് വരെ ഇപ്പോൾ പലരും പറയുന്ന പോലെ, ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ഒരു ഹിന്ദുവിനെയോ അതല്ലെങ്കിൽ ഒരു അമുസ്ലിമിനെയോ ഉപദ്രവിച്ചതായോ ഏതെങ്കിലും ഒരു ക്ഷേത്രം ആക്രമിച്ചതായോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അലി മുസ്ലിയാരാണെങ്കിലും കുഞ്ഞഹമ്മദ് ഹാജി ആണെങ്കിലും വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാവീണ്യമുള്ള പരിശീലിച്ച ആളുകളായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ്. ഈ കാലയളവിനുള്ളിൽ ഇവർ പ്രധാനമായി കേന്ദ്രീകരിച്ചിരുന്നത് നിലമ്പൂരാണ്. ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ അനുനയിപ്പിക്കാനും പല പ്രലോഭനങ്ങളും നൽകി വശത്താക്കാനും ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവസാനം ചതിയിലും അബദ്ധത്തിലും അവർ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അലി മുസ്ലിയാരുടെയും പല അനുയായികളെയും തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്തു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പരക്കം പാച്ചിലും കിഴക്കൻ ഏർനാടിന് ഒരുപാട് നഷ്ടങ്ങൾ, പലർക്കും ജീവഹാനികളും സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്നും ചോക്കാട്, കല്ലാമൂല എന്നീ രണ്ട് സ്ഥലപ്പേരുകൾ പോലും വന്നത് അതിന്റെ തുടർച്ചയാണെന്ന് പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശവക്കാടാണ് ചോക്കാടായതെന്നും അതുപോലെ കൊല്ലാമൂലയാണ് ശരിക്കും ഇന്നുള്ള കല്ലാമൂല എന്നും പറയപ്പെടുന്നുണ്ട്. വാസ്തവം എന്താണെങ്കിലും സത്യത്തിൽ ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ കൊല്ലനും കൊലക്കും ഒരുപാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരുപാട് ശവങ്ങളുടെ ശവപ്പറമ്പായി മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും കല്ലാമൂലയിലെ വനപ്രദേശമായ ചിറ്റക്കല്ല് ഭാഗത്ത് അഭയം തേടുകയും അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്ന സമയത്താണ് ചതിയിലാണെങ്കിലും കുതന്ത്രത്തിലാണെങ്കിലും ബ്രിട്ടീഷ് സൈന്യം അവരെ പിടികൂടുന്നത്. നാട്ടുകാർക്ക്, കുഞ്ഞഹമ്മദ് ഹാജിയുടെ അനുയായികൾക്ക് പോലും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും നടത്തി അദ്ദേഹത്തെ
പിടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പല പ്രാവശ്യം പല നിലക്കും ശ്രമിച്ചെങ്കിലും അവസാനം കൂടെ നടന്നവർ തന്നെയാണ് അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തതെന്നും പറയുന്നുണ്ട്. പക്ഷെ അത് സത്യത്തിൽ ഒരു ഒറ്റിക്കൊടുക്കലായിരുന്നില്ല. അബദ്ധത്തിൽ നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ തേടിപ്പിടിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പിടികൂടുകയും കൊണ്ടുപോയി വധിക്കുകയുമായിരുന്നു ചെയ്തത്. മലബാർ കലാപത്തിൽ പങ്കെടുത്തയാളും മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്ററും കോൺഗ്രസ് നേതാവുമായിരുന്ന കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന പുസ്തകത്തിലെ 150-151 പേജിൽ ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റ് മാനേജറായിരുന്ന ഈറ്റൻ സാഹിബിനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം പറയുന്നുണ്ട്. അതൊന്ന് വിവരിക്കാം. ഈറ്റൻ സാഹിബിന്റെ കഥ പറയുമ്പോ വളരെ വിശാലമായി ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. കാരണം ഈറ്റൻ സാഹിബിനെ അക്കാലത്തെ ലഹളക്കാർ കൊന്നതിനെ കുറിച്ച് പല റിപ്പോർട്ടുകളും കാണപ്പെടുന്നുണ്ട്. അതുപോലെ പലതരത്തിലും അതിനെ ചിത്രീകരിക്കുന്നുമുണ്ട്. അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും. എന്നാൽ ആ സംഭവത്തെ അനുകൂലിക്കുന്നവരായിരിക്കും അധിക ഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ മാഷ് പറഞ്ഞ പോലെ ഈ മാധവൻ നായരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അതിനെ മറികടന്നുകൊണ്ടൊരു ചരിത്രം പറയാൻ എനിക്കാവില്ല. കാരണം അദ്ദേഹം ആ സമരത്തിൽ പങ്കെടുത്തയാളാണ്, അക്കാലത്ത് ജീവിച്ചിരുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞായിരിക്കാം അതിന്റെ ശരിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്റെ അറിവിലുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടതോ അതല്ലെങ്കിൽ പഴയകാലത്തുള്ള ആളുകൾ വിവരിക്കുന്നത് കേട്ടതോ ആയതാണ്. അതുകൊണ്ട് അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ അത് എടുക്കാം. അത്രമാത്രമേ അക്കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പല മാനേജർമാരും വന്നിട്ടുണ്ട്. വെള്ളക്കാരുടെ പ്രതിനിധികളായി വന്നിട്ടുള്ള ഇവർ ഒരു എസ്റ്റേറ്റ് കാര്യങ്ങളിൽ മാത്രമല്ല മറ്റു പൊതുകാര്യങ്ങളിലും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത ചരിത്രവുമുണ്ട്. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിരുന്നു പാട്രിക് ഈറ്റൻ എന്ന് പറയുന്ന ഈറ്റൻ സാഹിബ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വളരെ നിഷ്ഠൂരമായി ജനങ്ങളാൽ തന്നെ വധിക്കപ്പെട്ടത് എന്നും വേണം മനസ്സിലാക്കാൻ. കാരണം അതിന് മുമ്പുള്ള സാഹിബന്മാരും അതല്ലെങ്കിൽ മാനേജർമാരും അതിന് പിൻപുള്ള ആളുകളും പലരും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ജാക്സൺ മെമ്മോറിയൽ ഹാൾ എന്ന പേരിൽ പുല്ലങ്കോട് ഹൈസ്കൂളിന് ഒരു കെട്ടിടം തന്നെയുണ്ട്. ഈ ജാക്സൺ യഥാർത്ഥത്തിൽ പുല്ലങ്കോട് സ്റ്റേറ്റ് മാനേജറായിരുന്നു. ഈറ്റൻ സാഹിബിന് ശേഷം വന്ന ആളാണ്. അതുപോലെ തന്നെ മറ്റൊരു സാഹിബിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും മറ്റും നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് അതിന് സമാനമായ അതല്ലെങ്കിൽ അതിൽ കൂടുതൽ വിപുലമായ രീതിയിൽ അക്കാലത്ത് വസൂരി രോഗം പിടിപെട്ട് സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട പല അശരണർക്കും അഗതികൾക്കും അഭയം കൊടുത്ത ഒരു ചരിത്രം പുല്ലങ്കോടിനുണ്ട്. പുല്ലങ്കോട് എസ്റ്റേറ്റിന്റെ കടിഞ്ഞീരിയൻ ഭാഗത്ത് അക്കാലത്ത് വസൂരി രോഗം പിടിപെട്ട് വീട്ടിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ട ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കാനായി ഒരു ഐസൊലേഷൻ വാർഡ് തന്നെ നിർമ്മിച്ചിരുന്നു. ഇപ്പോഴും ആ സ്ഥലം അറിയപ്പെടുന്നത് കുരിപ്പുപുര എന്ന പേരിലാണ്. വസൂരി രോഗം എന്നത് അക്കാലത്ത് ഒരു മഹാമാരിയായി തന്നെ എല്ലാവരും കണക്കാക്കിയിരുന്നു. ഇന്ന് നാം കോവിഡിനെ ഭയക്കുന്നതിലും 100 മടങ്ങ്
ഭീകരമായ രീതിയിലായിരുന്നു അന്ന് വസൂൽ രോഗത്തെ ജനങ്ങൾ കണ്ടിരുന്നത്. വീട്ടിൽ സ്വന്തം കൂടപ്പിറപ്പാണെങ്കിൽ പോലും, സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും വസൂൽ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ അവരെ ഇറക്കി വിടുക എന്നുള്ള ഒരു രീതിയായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. എന്നിട്ട് ഈ പാവം മനുഷ്യർ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ നാട്ടിലൂടെ നടക്കാനോ ഇരിക്കാനോ പറ്റില്ല. നാട്ടുകാർ എറിഞ്ഞു ഓടിക്കുക. എന്നിട്ട് ഇവർ കാട്ടിൽ കയറി ഓടിക്കും. ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാതെ വിശന്നും ദാഹിച്ചും അലഞ്ഞു നടക്കുന്ന ഈ രോഗികൾ വൈകുന്നേരം സ്വന്തം വീട്ടിൽ വന്നിട്ട് ഭക്ഷണത്തിന് കൈ കാണിക്കും. അടുക്കള വാതിക്കലോ ജനലോ വന്നിട്ട് ആ സമയത്ത് വീണ്ടും കൈ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടുള്ള എണ്ണ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്ന ദുരവസ്ഥയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായതായിട്ട് പറഞ്ഞു കേട്ടു. വസൂരി രോഗം നാട്ടിൽ അറിയപ്പെട്ടുന്ന കുരുപ്പ് എന്ന പേരിലായിരുന്നു. അപ്പൊ ഈ വസൂരി രോഗം പിടിപ്പെട്ട ആൾക്ക് വസൂരി രോഗി എന്നോ അതല്ലെങ്കിൽ ആ ഒരു തരത്തിലല്ല പരിഗണനയും അറിയപ്പെട്ടിരുന്നത്. കുരുപ്പ് ചെലുത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ ഈ കുരുപ്പ് ചെലുത്താൻ വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പറ്റങ്ങള് പിന്നെ കാട്ടിൽ കയറി ചിലത് പട്ടിണി കിടന്ന് മരിക്കുക പതിവാണ്. ഏതെങ്കിലും ചിലതൊക്കെ രക്ഷപ്പെട്ടെങ്കിൽ എന്നേ പറയാനുള്ളൂ, അതല്ലെങ്കിൽ ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ നാട്ടിൽ നിലനിന്നപ്പോ എല്ലാവരും ഇതേപോലെ ആയിരുന്നു എന്നല്ല, വസൂരി രോഗികൾ രക്ഷപ്പെട്ടതും ഇന്നും ജീവിച്ചിരിക്കുന്നതുമായ വളരെ അപൂർവ ആളുകൾ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ കാണപ്പെടുന്നുണ്ടാവാം. അപ്പോ പക്ഷെ ഭൂരിഭാഗവും ചെയ്തിരുന്നത് ഇത് ഈ രീതിയിലായിരുന്നു. ഇങ്ങനെ അശരണരായ വഴിയാധാരമാക്കപ്പെട്ട ഈ ആളുകളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഈ കുരിപ്പുവര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ സ്പെഷ്യൽ വാർഡ്. അതിനു വേണ്ട ചികിത്സയും സൗകര്യങ്ങളും പുല്ലങ്കോട് എസ്റ്റേറ്റ് ആശുപത്രി മുഖേന നൽകുകയും ചെയ്തിരുന്നു. അപ്പോ ഇതിനും നേതൃത്വം നൽകിയിരുന്നത് പുല്ലങ്കോട് എസ്റ്റേറ്റിന്റെ തന്നെ മാനേജർ ആയിരുന്ന ഒരു വെള്ളക്കാരനായിരുന്നു. അപ്പോ ഇത്തരം ആളുകൾ പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈറ്റൻ സാഹിബ് അദ്ദേഹത്തിന് ചില പ്രത്യേക രീതികളും ചില പ്രത്യേക ശൈലികളൊക്കെ ഉണ്ടായിരുന്നു. അത് ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അതിന് പ്രതികരണമായിരുന്നു തുടർന്നുണ്ടായ കൊലപാതകവും അദ്ദേഹത്തിന്റെ തല വെട്ടി കൊണ്ടുവന്ന് ചാളികാവ് ജംഗ്ഷനിൽ പ്രദർശിപ്പിച്ചതുമല്ല. അദ്ദേഹത്തിന്റെ ഉപദ്രവം ഏതുവരെ എന്ന് വെച്ചാൽ സത്യത്തിൽ പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറായി വന്ന പാട്രിക് ഈറ്റൺ നാട്ടിൽ അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെട്ടതും അല്ലാത്തതുമായ പല കാര്യങ്ങളും ഇടപെടുമായിരുന്നു. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വിരോധമുള്ള തൊഴിലാളികളെയും പാവങ്ങളെയും കാളികാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരിക, അവിടെ കൊണ്ടുവന്നിട്ട് പോലീസുകാരെ കൊണ്ട് വേണ്ട പോലെ ഉപദ്രവം ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു വിനോദ മാതിരിയാണ് എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അതുപോലെ എസ്റ്റേറ്റിലെ തൊഴിലാളികളോട് തന്നെ വളരെ മോശമായും നീചമായും പെരുമാറുക, ഇത് സഹിക്കാൻ പറ്റാതെ വന്നപ്പോ പ്രത്യേകിച്ച് ഈ ബ്രിട്ടീഷ് രാജിന്റെ ആ ഒരു കാലമായതിനാൽ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും അവർക്കുണ്ടെന്ന ആ ഒരു ധാർഷ്ട്യം കൂടി ഉണ്ടായതുകൊണ്ട് ഒരാൾക്കും അദ്ദേഹത്തെ തളക്കാനോ നിയന്ത്രിക്കാനോ പറ്റിയിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ കിഴക്കൻ ഏറനാട്ടിലെ ഈ കലാപം കൊടുമ്പിരി കൊണ്ടപ്പോ ജനങ്ങൾ ലക്ഷ്യം വെച്ചത് ഈറ്റൻ സാഹിബിനായിരുന്നു. കിഴക്കൻ ഏറനാട്ടിൽ കാണപ്പെടുന്ന പ്രത്യേകിച്ച് കാളികാവ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മിക്ക അസഹിഷ്ണുതക്കും അതല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും കാരണക്കാർ ഈറ്റൻ സാഹിബായിരുന്നു എന്ന ഒരു പൊതു വിലയിരുത്തൽ അക്കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അവസരം കിട്ടിയപ്പോ ജനങ്ങളെല്ലാം കൂടി പുല്ലങ്കോട് എസ്റ്റേറ്റ് ഫാക്ടറിയിൽ കയറുകയും കംപ്ലീറ്റ് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈറ്റൻ എസ്റ്റേറ്റ്
ഫാക്ടറിയിൽ നിന്നും 2-3-4 കിലോമീറ്റർ ദൂരെ മലമുകളിലുള്ള ബംഗ്ലാവിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുകയായിരുന്നു, എസ്റ്റേറ്റ് ഫാക്ടറി പുകയുന്നത്. ആ സമയത്ത് അതിന്റെ ഒരാഴ്ച മുമ്പം കണ്ട് അന്നത്തെ കോഴിക്കോട് ജില്ലാ കളക്ടർ ഇവർക്കെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് കലാപം രൂക്ഷമാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുടുംബാംഗങ്ങളെ ആരെയും കൂടെ വെച്ചുകൊണ്ടിരിക്കാതെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം എന്ന ഒരു നിർദ്ദേശം കൊടുത്ത കാരണം ഈറ്റൺ ഭാര്യയെ ഗൂഡല്ലൂർ എവിടെ ഉണ്ടാക്കി. അങ്ങനെ ബംഗ്ലാവിൽ നിന്നും ആള് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ശ്രമത്തില് പുറത്തിറങ്ങി, കൂടെ നായം കൂട്ടി. അവ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഗൂഡല്ലൂരുള്ള ഭാര്യയ്ക്ക് ഒരു കത്ത് എഴുതിച്ചു. സ്ഥിതിഗതികൾ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഫാക്ടറിക്കെല്ലാം തീയിട്ടതായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് താമസിയാതെ അവര് എന്നെ തേടി ബംഗ്ലാവിലും എത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ ഉദ്ദേശം ബംഗ്ലാവിൽ നിന്ന് ഒളിച്ചോടി കേരള എസ്റ്റേറ്റ് ബംഗ്ലാവിലുള്ള മറ്റൊരു സാഹിബുണ്ട്, അയാളുടെ കൂടെ എങ്ങനെയെങ്കിലും ഗൂഡല്ലൂർ എത്താന്നുള്ള ഉദ്ദേശത്തിലാണ് ഇയാൾ അവിടെ നിന്ന് പുറപ്പെട്ടത്. കൂടെ പോകുമ്പോ നായയും കൂട്ടി. ഈ പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിൽ നിന്നും ഒരു വളരെ ദൂരെ അല്ലാത്ത ഒരു 1/2 കിലോമീറ്റർ ദൂരെ വരുന്ന സ്ഥലത്ത്, ഇന്നും അത് ഫോറസ്റ്റ് ഏരിയയിൽ കിടക്കുന്നുണ്ട് ആ സ്ഥലം. ആ സ്ഥലത്ത് ഇയാൾ കാട്ടിൽ പോയി ഒളിച്ച്, കാരണം ജനങ്ങൾ താഴ്ന്ന് വന്ന് ഏകദേശം ബംഗ്ലാവ് വളയുന്ന ഒരവസ്ഥ വരുമെന്ന് കണ്ടപ്പോ ഇവര് ഇവിടെ ഈ കാട്ടിൽ ഒളിച്ചു, ഇയാളെ നായകൻ. പക്ഷെ ഈ ജനങ്ങളുടെ തിരക്കും ബഹളവും എല്ലാം കൂടെ കേട്ട് നായ കുരച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവര് അവിടെ ഉണ്ടാവുന്നുള്ള ഒരു ധാരണയില് ജനങ്ങള് കാടിനോടടുത്ത് കാടടക്കി വെടിവെച്ചു. അങ്ങനെ ഇയാളുടെ ഉരക്ക് വെടികൊണ്ട് അവിടെ വീണു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ വേറെ വളരെ പ്രധാനപ്പെട്ട വേറെ വിഷയമുണ്ട്. എനിക്ക് തോന്നുന്നത് മാധവൻ നായരുടെ ബുക്കിൽ തന്നെ പറഞ്ഞത് അല്പം വ്യത്യസ്തമായ ഒരു രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെ ജനങ്ങൾ അക്കാലത്തുള്ള ചില ആളുകൾ പറഞ്ഞു കേട്ടുള്ള ഒരു വിവരം, പാട്രിക് ഈറ്റൺ അക്കാലത്ത് സ്വരക്ഷയ്ക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്ന തോക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് തന്നെയായി പ്രവർത്തിച്ചിരുന്ന ഒരാളുമാണ് വെടിവെച്ചതെന്നാണ്. കാരണം സാഹചര്യങ്ങൾ മാറി വന്നപ്പോ അദ്ദേഹത്തിന് ഗൺമാൻ പോലും ചേരി മാറി ലഹളക്കാരുടെ കൂടെ കൂടുകയും അങ്ങനെ അദ്ദേഹമാണ് പിന്നെ വെടിവെച്ചത്, അതും അദ്ദേഹത്തിന്റെ തോക്കുകൊണ്ട് തന്നെ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും വെടിവെച്ചു, ഇയാൾക്ക് വെടികൊണ്ടു. അവിടുന്ന് അയാൾ അട്ടഹസിക്കുന്നത് കേട്ടപ്പോ ആളുകൾ ഓടിക്കൂടി ചെന്ന് ജനങ്ങളുടെ ദേഷ്യം അവിടെ വെച്ചങ്ങ് തീർത്ത്. ഏകദേശം ഒരു 10-25 ആളുണ്ടാവുന്ന, ഒരു 18-25 ഇടയ്ക്കുള്ള ആളുണ്ടാവുന്നതാണ് അന്നത്തെ കണക്കൂട്ടൽ. ഏതായാലും ഒരു 10-20 ആളുണ്ടാവാം. എല്ലാവരും അവരുടെ ദേഷ്യം അവിടെ വെച്ചങ്ങ് തീർത്ത് പോരങ്കി തല അറുത്ത് അതുകൊണ്ട് കാളികാവ് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ ഒരു കുന്തത്തിൽ കുത്തിവെച്ചു. ഈ വെടികൊണ്ട് വീണ ആ സ്ഥലത്ത് ഇന്നും ഇയാളുടെ ഒരു സ്മാരകം ഉണ്ടെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഇയാളുടെ തലയും കൊണ്ട് ആളുകൾ വന്ന് അത് കാളികാവ് ജംഗ്ഷനിൽ കൊണ്ട് കുന്തത്തിൽ നാട്ടി. ആ സ്ഥലത്ത് പിന്നെ പിൽക്കാലത്ത് ഒരു സ്മാരകം അവർ തന്നെ ഉണ്ടാക്കി. ആ സ്മാരകം ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു. കാളികാവ് കരുവാരണ്ട് റോഡില് ഒരു മൂലയില് 3 ഭാഗത്തുനിന്നും കയറാവുന്ന രീതിയിൽ ഒരു 10-20 സ്റ്റെപ്പ് മേലെ ഒരു പിന്നെ പ്ലാറ്റ്ഫോം, എന്നിട്ട് അതിന്റെ മേലെ സ്തൂപം. അതായിരുന്നു ആ സ്മാരകത്തിന്റെ ഒരു രൂപം. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു സ്റ്റെപ്പ് കെട്ടിയ ആ ഒരു തറ മാത്രമാണ്. അതിന് മേലേക്കുള്ള ആ സ്തൂപമൊക്കെ നന്നായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം ആ പിന്നെ തറ അതേപോലെ നിന്നിരുന്നു. കാണാൻ വളരെ പിന്നെ ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. പഴയകാലത്ത് മിക്കവാറും
എന്തെങ്കിലും പൊതുയോഗങ്ങളും ഒക്കെ നടന്നിരുന്നത് സ്റ്റേജായി ഉപയോഗിച്ചിരുന്ന ഈ സ്ഥലമായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അത് പിന്നെ പിൽക്കാലത്ത് അതും പൊളിച്ചു കളഞ്ഞു. അത് പിന്നെ പൊളിച്ചു കളഞ്ഞ എന്താണെന്ന് വെച്ചാല് കാളികാവ് പഞ്ചായത്തിന് ആദ്യമായി സ്വന്തമായി ബിൽഡിംഗ് കെട്ടിയത് ആ സ്ഥലത്താണ്. അതിനുവേണ്ടിയാണ് ആ സ്മാരകം പൊളിച്ചു കളഞ്ഞത്. പക്ഷേ ഇന്ന് അതിൻ്റെതായ ഒന്നും അവശേഷിക്കുന്നില്ല, ആർക്കൊന്നും അറിയില്ല. പഴയ ആളുകൾ അങ്ങനെ ചരിത്രം പറയുമ്പോൾ പറയുന്നു എന്നല്ലാതെ അതിന്റെ ഒരു അവശേഷിപ്പും ഇന്നില്ല. ഏകദേശം രൂപം പോലും ആർക്കും അറിയില്ല. ഒരു ഫോട്ടോയും ഞാൻ അവിടെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഏതായാലും അതിന്റെ ഒരു രൂപം അതായിരുന്നു. പിന്നെ അന്ന് അത് പൊളിച്ചു കളയാനുള്ള ഒരു കാരണം ബ്രിട്ടീഷുകാരക്കാലത്ത് ഉണ്ടാക്കിയ പല സ്ഥാപനങ്ങളും ഇന്നും അതേപോലെ ഉണ്ട്. അതായത് ഇപ്പോ കളികാവിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷൻ ബിൽഡിംഗ് ഇപ്പൊ പൊളിച്ചു കളഞ്ഞു തോന്നുന്നു. അത് പിന്നെ വേറെ പുതുക്കിപ്പെട്ടു. പക്ഷെ എന്നാലും അക്കാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകള് പിന്നെ ഇന്നും കാളികാവ് ആശുപത്രി ബിൽഡിംഗ് അതുപോലെ 1-2 ബിൽഡിങ്ങുകൾ അവിടെ പിന്നെ അക്കാലത്ത് ഉണ്ടാക്കിയത് ഇന്നും ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സ്മാരകം അല്ലെങ്കിൽ സ്തൂപം അവിടുന്ന് പൊളിച്ചു കളയാൻ കാരണം ജനരോഷം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അത്രക്കും കിഴക്കൻ ഏറനാട്ടിലുള്ള പലർക്കും, പ്രത്യേകിച്ച് കാളികാവുകാർക്ക് ഈറ്റൻ സാഹിബ് എന്ന് പറഞ്ഞാൽ അത്രക്കും വെറുക്കപ്പെട്ട ഒരു സാധനമായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആ സ്മാരകത്തിന് നിലനിൽപ്പില്ലാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈറ്റൻ സാഹിബിന്റെ അന്ത്യം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ പല ചെയ്തികളും ദുശ്ചെയ്തികളുമാണെന്ന് തന്നെ വേണം പറയാൻ. സത്യത്തിൽ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതിന്റെ തകരാർ ചരിത്രത്തെ അപ്രസക്തമാക്കാൻ സഹായകമാവുകയല്ല ചെയ്യുന്നത്. ചരിത്ര സ്മാരകങ്ങൾ കാളികാവിൽ മാത്രമല്ല പല സ്ഥലത്തും ഇതേപോലെ അപ്രത്യക്ഷമായിരുന്നു. അതിന് പല സാഹചര്യങ്ങളുണ്ട്. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ചിലരുടെ അജണ്ടയുടെ ഭാഗമാണ്. മറ്റൊരു തരത്തിൽ ഇത് ചില ആളുകളുടെ വിവരക്കേട്. അപ്പോ ഞാനത് പ്രത്യേകം പറയാൻ കാരണം ആലി മുസ്ലിയാരുടെ മരണം ശേഷവും വാര്യംകുന്നത്ത് കുഞ്ഞാമനാജിയുടെ മരണശേഷവും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ രേഖകളും ബ്രിട്ടീഷുകാർ തന്നെ നശിപ്പിച്ചു. കാരണം അത് വെച്ച് പിന്നൊരു കളി ആരും കളിക്കാൻ പാടില്ല എന്ന ഒരു കരുതിക്കൂട്ടലിന്റെ ഭാഗമായിരുന്നത്. ഇതേപോലെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച പലതും ഇന്ത്യക്കാരായ നമ്മളും അറിഞ്ഞോ അറിയാതെയോ നശിപ്പിച്ച പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിലും ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ വിവരക്കേട്, അതല്ലെങ്കിൽ അമർഷം. ഈ 2 കാരണങ്ങളാലാണ് ഈ പറഞ്ഞതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുക. അത് ചെറിയൊരു ഉദാഹരണം. ഇന്നും മുസ്ലിങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാണ് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചില്ല എന്നത്. അത് പറയപ്പെടുന്നത് മറ്റൊരു രീതിയിലാണ്. ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണ് എന്ന് മുസ്ലിങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ പിന്നിൽ വളരെ നീണ്ട ഒരു ചരിത്രം തന്നെയുണ്ട്. കാരണം ബ്രിട്ടീഷുകാരോടുള്ള അടങ്ങാത്ത പക മുസ്ലിങ്ങൾ മാത്രമാണ് വെച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് അത് പ്രകടിപ്പിച്ചത് മുസ്ലിങ്ങൾ മാത്രമാണ് അക്കാലത്ത്. അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ, അതല്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഉൾക്കൊണ്ടിട്ടില്ല, അംഗീകരിച്ചിട്ടുമില്ല. അപ്പോ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സാധാരണക്കാരോട് പല നേതാക്കന്മാരും പറയാൻ ശ്രമിച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലരോടും കർശനമായ രീതിയിൽ അവതരിപ്പിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭാഷ ഹറാമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആ വഴിക്ക് മുസ്ലിങ്ങൾ പോകില്ല എന്ന ധാരണയോടുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുതിക്കൂട്ടലോടുകൂടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പ്രചരണം നടത്തുകയും അതിന് പള്ളിയും മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾ പോലും ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോ മുസ്ലിങ്ങൾ ആ ഭാഷ വെടിഞ്ഞു എന്നാണ് സത്യം. പക്ഷേ
സ്വാതന്ത്ര്യത്തിന് ശേഷം അത് തിരിച്ചു പറയാൻ വേണ്ടി അപ്പറഞ്ഞ മുസ്ലിം നേതാക്കന്മാരും അധികവും ഇന്ത്യയിൽ ഉണ്ടായില്ല എന്നതാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനായത്. അപ്പോഴേക്കും ഇന്ത്യ വിഭജനം നടന്നു. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും പാകിസ്ഥാനിൽ പോയി. അതല്ലെങ്കിൽ പലരും മരണപ്പെട്ടു പോയി. പിന്നീട് ഈ സമുദായത്തോട് പറഞ്ഞ് തിരുത്താനോ അതല്ലെങ്കിൽ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ ആളുണ്ടായില്ല. അതുകൊണ്ട് വീണ്ടും തിരിച്ച് ആ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു വരാൻ സാഹചര്യം ഉണ്ടായില്ലെന്നതാണ് വാസ്തവം. ഈ പറഞ്ഞ പോലെ അത്രയും വാശിയും വീറും അതല്ലെങ്കിൽ അമർഷവും വെച്ച് നടക്കുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് അക്കാലത്ത് കിഴക്കൻ ഏറനാട്ടിലെ മുസ്ലിങ്ങൾ തന്നെ എന്ന് വേണം പറയാൻ. കാരണം ഭൂരിഭാഗം അവരായിരുന്നല്ലോ. ഭൂരിഭാഗം എന്ന് ഞാൻ ഉദ്ദേശിച്ച സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭൂരിഭാഗം മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ അവരൊരു പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ വേണ്ട, അതല്ലെങ്കിൽ അതിനുള്ള വിരോധവും അമർഷവും കൊണ്ട് കരുതിക്കൂട്ടി നശിപ്പിക്കണം എന്നുള്ള ആ ഒരു രീതിയിലും പല സ്ഥലങ്ങളിലും പല സ്മാരകങ്ങളും നശിപ്പിച്ചിട്ടുണ്ടാവാം. രണ്ടായാലും ആധുനിക കാലത്ത് അതൊരു നഷ്ടം തന്നെ ആയിരിക്കും. കാരണം ചരിത്രങ്ങളോ ഇല്ല, സ്മാരകങ്ങളും ഇല്ല. അപ്പൊ അതുകൊണ്ട് മലബാറുകാരുടെ, അത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള സംഭാവന എന്തായിരുന്നു അല്ലെങ്കിൽ നിലപാട് എന്തായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു തെളിവും എവിടെയും ഇല്ലാത്ത അവസ്ഥയ്ക്ക് ഇന്ന് ആർക്കും എന്തും പറയാം എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലബാർ കലാപം കേവലം ഒരു മാപ്പിള ലഹളയായും അതല്ലെങ്കിൽ ഒരു വർഗീയ ലഹളയായും ചിത്രീകരിക്കാൻ ഒരു കൂട്ടം ധൈര്യപ്പെടുന്നു. പക്ഷേ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുമെന്നും കാലം മാറുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കുറച്ചു കാലമായി കാളികാവിനെ സംബന്ധിച്ചും കാളികാവിന്റെ പരിസര പ്രദേശത്തെ സംബന്ധിച്ചും താങ്കൾ ഒരു പുസ്തക രചനയിലാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എവിടം വരെ എത്തി എന്ന് അറിയാൻ താല്പര്യം. അത് പക്ഷേ സത്യം പറഞ്ഞ ഞാനൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു ചരിത്രകാരനോ അല്ല. 6-7 വർഷം മുമ്പ് അക്കാലത്ത് കാളികാവിനെ കുറിച്ച് ആധികാരികമായി ആരെങ്കിലും എന്തെങ്കിലും എഴുതിയതായി എവിടെയും കണ്ടിരുന്നില്ല. അപ്പോ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ വളരെ കൂടുതൽ സമയം കിട്ടിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഞാനൊരു സ്വന്തമായ ഒരു വെബ്സൈറ്റ് കാളികാപ്രവാസി.com എന്ന പേരിൽ തുടങ്ങി. അതൊന്നും വാട്സപ്പിനോ ഫേസ്ബുക്കിനോ ഇത്രയും പ്രചാരമുള്ള കാലമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വെബ്സൈറ്റിന് ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചാരം കിട്ടുകയും പലരും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തപ്പോ ആ വെബ്സൈറ്റിൽ എഴുതിയിരുന്ന പല കാര്യങ്ങളും പലരുടെയും അഭിപ്രായം അനുസരിച്ച് എന്തുകൊണ്ട് ഒരു പുസ്തകമാക്കിക്കൂടാ എന്ന് ചിന്തിച്ചതാണ്. അങ്ങനെ അന്ന് മുതൽ ഞാൻ അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു 4-5 വർഷമായി അതിന്റെ പിന്നിൽ തന്നെയാണ്. പക്ഷെ പലപ്പോഴും പല കാരണങ്ങളാലും ഇടയ്ക്ക് വെച്ച് നിർത്തുകയും പിന്നെയും തുടരുകയും ചെയ്യുന്നത് കാരണം ഇതുവരെ അത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് കാളികാവിനെ കുറിച്ച് പല പുസ്തകങ്ങൾ ഇറങ്ങി, പലരും എഴുതി. അപ്പൊ പിന്നെ അതിനൊരു വലിയ പ്രസക്തി ഉള്ളതായി തോന്നിയതുമില്ല. എന്നാൽ വീണ്ടും പലരും അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവസാനം അത് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണുള്ളത്. ഇപ്പൊ ഏകദേശം അതിന്റെ ഒരു 90% പണി കഴിഞ്ഞു, പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ താമസിയാതെ തന്നെ അത് പുറത്തിറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ. ഓക്കെ. മലബാർ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും മലബാർ കലാപ ചരിത്രത്തിൽ വളരെ സുപ്രധാന പങ്കുവഹിച്ച ഒരു പ്രദേശമായ കാളികാവിനെ പല നിലക്കും അവഗണിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാളികാവ് പ്രദേശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്പമെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ചരിത്ര കുതുകികൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിൽ ഒരു പുസ്തകമായിരിക്കും താങ്കളുടേത് എന്ന് നമുക്ക് പ്രത്യാശിക്കാം.
പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും ഇത്രയും ചോദ്യങ്ങൾക്ക് വളരെ ഗഹനമായി പ്രതികരിച്ചതിന് നന്ദി. സന്തോഷം. ചരിത്ര സംഭവങ്ങളെ വർഗീയപരമായി വക്രീകരിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ KP ഹൈദരലി സാഹിബിനെ പോലുള്ള വ്യക്തികളുടെ ഇത്തരം സത്യസന്ധമായ രചനകൾ സമൂഹത്തിനും വരും തലമുറയ്ക്കും വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.